പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും കഴിഞ്ഞ 3 തവണ ജനങ്ങൾ എംപിയായി തെരഞ്ഞെടുത്ത ആന്റോ ആന്റണി മണ്ഡലത്തിന് വേണ്ടി എന്ത് ചെയ്തു? വികസന മുരടിപ്പ് നേരിടുന്ന പത്തനംതിട്ടയിൽ എന്തൊക്കെ പറഞ്ഞാണ് UDF ഇത്തവണയും ആന്റോയെ ഗോതയിലേക്ക് ഇറക്കുന്നത്? എംപി എന്ത് ചെയ്തു എന്ന ചോദ്യവുമായി പത്തനംതിട്ട മണ്ഡലത്തിലൂടെ ഒരു ഓട്ടപ്രദക്ഷിണം. പുണ്യ സങ്കേതങ്ങളുടെ കേന്ദ്രം, ടൂറിസത്തിലും അനന്തമായ സാധ്യതകൾ, കൃഷിയിലും മനുഷ്യവിഭവശേഷിയിലും മികവ്, ഇത്രയൊക്കെ ഗുണങ്ങളുണ്ടായിട്ടും പത്തനംതിട്ട എത്തി നിൽക്കുന്നത് എവിടെയാണ്? വികസന മുരടിപ്പ് മണ്ഡലത്തിലുണ്ടെന്ന് പൊതുവെ വിലയിരുത്തലുണ്ട്. ഇക്കാര്യത്തിൽ മണ്ഡലത്തിലെ വോട്ടർമാർക്ക് എന്താണ് പറയാനുള്ളത്? നമുക്ക് നോക്കാം. കഴിഞ്ഞ 15 വർഷം മണ്ഡലത്തിൽ നിന്നും ജനങ്ങൾ തിരഞ്ഞെടുത്തു വിട്ടത് UDFന്റെ പ്രതിനിധിയെ. UPA സർക്കാർ കാലത്ത് ഭരണപക്ഷത്തും പിന്നീട് പ്രതിപക്ഷത്തും ആന്റോ ആന്റണി ഉണ്ടായിരുന്നു. എടുത്തു പറയത്തക്ക നേട്ടങ്ങളൊന്നും എംപിക്ക് പത്തനംതിട്ടയിൽ ചൂണ്ടിക്കാണിക്കാനില്ല. ആകെയുള്ളത് 63 ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളും 25 4G ടവറുകളും പിന്നെ കുറെ ഹൈമാസ്റ്റ് ലൈറ്റുകളും. ഇത്രയും നടത്തിയാൽ എംപി പറയും പോലെ വികസനമാകുമോ എന്ന് വോട്ടർമാർ ചോദിക്കുന്നു. കഴിഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞ പിന്നെ ഇതേവരെ എംപിയെ നമ്മൾ ഇതേവരെ കണ്ടിട്ടില്ല. ഇനി കാണാനായിട്ട് പോകുന്നതേ ഉള്ളെന്ന് തോന്നുന്നു. ഇവിടെയാണ് എന്താണ് ഒന്നും ഒരു വിവരമില്ല. എംപി ജയിച്ചു പോയതല്ലാതെ എംപിയെ പറ്റി യാതൊരു വിവരങ്ങളും ഇല്ല. വികസനം ഇല്ലായ്മയെന്നല്ല, വികസനമില്ല. ആളെ വന്നെങ്കിലല്ലേ വികസനം. എന്ത് വികസനമാണ് ഉള്ളത്? ഒരു വികസനവും നമ്മൾ കാണാനില്ല. ഇവിടുത്തെ വോട്ടർമാർ ഒരാവശ്യത്തിനും ഉപകാരപ്പെട്ടിട്ടില്ല. പുള്ളി സ്വന്തമായിട്ട് കുറേ സാമ്പത്തികം ഉണ്ടാക്കുക ഈ MP എന്ന കെയർ ഓഫിൽ. സഞ്ചാരയോഗ്യമല്ലാതെ കിടക്കുക. അതിലൊന്നും ഒരിക്കലും ആ മനുഷ്യന് ഒന്നും ചെയ്യുന്നില്ലെന്ന് തന്നെയല്ല, കുറച്ച് വെയിറ്റിംഗ് ഷെഡ്യൂൾ ഉണ്ടാക്കി വെച്ച് ആ വെയിറ്റിംഗ് ഷെഡ്യൂളിലൊക്കെ പുള്ളിയുടെ പേര് എഴുതി വെച്ച് അവർ പ്രചാരണം മാത്രം നടത്തുന്നത്, അല്ലാതെ. മണ്ഡലത്തിൽ എംപിയെ കാണാനില്ലായിരുന്നു എന്ന വിമർശനവും വോട്ടർമാർക്കിടയിലുണ്ട്. പാർലമെന്റ് മണ്ഡലത്തിൽ പല സ്ഥലങ്ങളായി ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതല്ലാതെ വേറെ ഒരു പ്രവർത്തനങ്ങളും ഇതുവരെ കാഴ്ചവെച്ചിട്ടില്ല. നമ്മളിപ്പോൾ ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മാത്രമാണ് അദ്ദേഹം ഇവിടെ പാർലമെന്റിലെത്തുന്നത്. ഇതിന് ശേഷം ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പുള്ളിയെ 5 വർഷത്തേക്ക് കാണാൻ പറ്റത്തേയില്ല. ഇതാണ് പുള്ളിയുടെ പ്രവർത്തനം. ഗതാഗത പിന്നോക്കാവസ്ഥ, ശബരിമല കേന്ദ്രീകരിച്ച് വികസന പ്രവർത്തനങ്ങൾക്കായി ഇടപെടലുകൾ നടത്താത്തത്, ആരോഗ്യ മേഖലയിലെ പിന്നോക്കാവസ്ഥ തുടങ്ങിയവയും വോട്ടർമാർ ചൂണ്ടിക്കാണിക്കുന്നു. കാര്യങ്ങളിൽ ശബരിമലയെ പറ്റി ഒരു കാര്യങ്ങളും ഇന്നേ വരെ അവിടെ ശബരിമലയ്ക്ക് വേണ്ടി പുള്ളി ചെയ്തിട്ടില്ല. എന്ത് വികസനം ചെയ്ത് വെയിറ്റ് ഷെഡ് മാത്രമുള്ളതാണ് കാണാനുള്ളത്. ഒരു റോഡ് വികസനമില്ല, ശബരിമലയിലെ വികസനമില്ല. പാർലമെന്റിൽ പോയി വെറുതെ കുത്തിയിരിക്കുന്നതല്ലാതെ ഇവിടുത്തെ ഒരു കേരളത്തിന് വേണ്ടി ഒരു ഉപകാരങ്ങളും ഇന്ന് വരെ ആന്റോ ആന്റണി ചെയ്തിട്ടില്ല. വർദ്ധിച്ച വിദേശ കുടിയേറ്റവും വന്യജീവി പ്രശ്നങ്ങളും മണ്ഡലത്തിൽ ചർച്ചയാകും. പാവപ്പെട്ട തൊഴിലാളികൾ എത്രയോ വേദനിക്കുന്ന അനുഭവങ്ങളാണ് കാട്ടുമൃഗങ്ങളെ ശല്യം കൊണ്ടുണ്ടായിട്ടുള്ളത്. ഒരു വാക്ക് പാർലമെന്റിൽ പറയാനുള്ള മര്യാദ ആന്റോ ആന്റണിക്ക് ഉണ്ടായോ? നിങ്ങൾ ചിന്തിക്കണം. ഇപ്പൊ അയാൾ വന്നിരിക്കുക സത്യാഗ്രഹിക്കാൻ കരഞ്ഞുകൊണ്ട് കാലെ പിടിച്ചടിക്കണം ഇവരെയൊക്കെ. എൻ്റെ അഭിപ്രായം അതാണ്. കാലെ പിടിച്ച് മര്യാദ വേണ്ടത്. കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് വിദഗ്ധനായ കനകോലുവിന്റെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളിൽ ഏറ്റവും വിജയസാധ്യത കുറവുള്ളത് ആന്റോ ആന്റണിക്കാണ്. നിലവിലെ എംപിക്കെതിരെ മണ്ഡലത്തിൽ ജനവിരുദ്ധ വികാരമുണ്ട് എന്നതും വാസ്തവമാണ്. ക്യാമറമാൻ ഗോപകുമാറിനൊപ്പം മിഥുൻ മുരളി, ജനം, പത്തനംതിട്ട.